ഹായ് ബ്രോസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അതായത് ലോകാത്ഭുതങ്ങളിൽ ഒന്നാമത്തതാണ് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ഏഴാമത്തത് നമ്മുടെ ഇന്ത്യയിലുള്ള ആഗ്രയിലെ താജ്മഹലാണ്. യുനെസ്കോയിൽ തന്നെ ഈ ഒന്നാമത്തെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത്. നിങ്ങൾക്ക് കാണാം ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുടെ എന്താണ്. ഗ്രേറ്റ് വാൾ എന്ന് പറഞ്ഞാൽ വൻമതിലാണ്. ഇതിനപ്പുറത്ത് ടിബറ്റൻ മംഗോളിയന്മാരുടെ, ചൈനീസിൻ്റെയും ചൈനക്കാരുടെയും യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് എത്രയോ സോൾജിയേഴ്സ് പണിതുയർത്തിയ ഒരു വൻ മതിലാണ് നമ്മൾ ഈ കാണുന്നത്. എത്ര സ്റ്റെപ്പ് കയറിയാലും ഇങ്ങനെ കവർ ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മതിലാണ് നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്നത്. ഒരുപാട് ടവേഴ്സ് ഉണ്ട്. പട്ടാളക്കാരന്മാരുടെ, നമ്മുടെ ധീരന്മാരായ അവരുടെ അതായത് അവർക്ക് കുറച്ച് പേർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ ടവേഴ്സ് ഇതിനൊക്കെ മുകളിൽ പണ്ട് ആൾക്കാരെ താഴേന്ന് വരുന്നവർ. അതുപോലെ ഏറ്റവും ടോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വൻ ടവറുണ്ട്. ആ ടവറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറേ പട്ടാളക്കാർ അവിടെ നിന്ന് ഏറ്റവും ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ശത്രുക്കൾ വരികയാണെന്നുണ്ടെങ്കിൽ അവരവിടെ തീയിടും. മനസ്സിലായില്ലേ? അതായത് അതിൻ്റെ പുക മുകളിലോട്ട് വരുന്നതിൻ്റെ ഭാഗമായി മനസ്സിലാക്കാം ശത്രുക്കൾ അവിടെ നിന്ന് കയറുന്നുണ്ട് എന്ന് മനസ്സിലാക്കും. അതിനനുസരിച്ചിട്ട് ഈ എല്ലാ ടവറിലും പട്ടാളക്കാരെ തോക്കും ആയിട്ട് പ്രൊട്ടക്ഷൻ നിൽക്കും. ഇതിൻ്റെ ഏറ്റവും താഴെ ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് അവരുടെ ആയുധങ്ങൾ കേന്ദ്രീകരിച്ച് വയ്ക്കുന്ന സ്ഥലമാണ്. ഈ താഴെ കാണുന്ന സ്ഥലം അവിടെയാണ് വെപ്പൺസ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്ഥലം. ഏറ്റവും താഴത്തെ ഈ സ്ഥലങ്ങളിൽ ആയുധങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഓരോ മുകളിൽ കയറും തോറും ഓരോ ടവറുകൾ ഉണ്ട്. ഓരോ പ്രൊട്ടക്ഷൻ ബേസ് ചെയ്തിട്ട് ഗോപുരങ്ങളിൽ അതിനനുസരിച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ രീതി നിങ്ങൾക്ക് കാണാം. മുകളിലോട്ട് നോക്കുമ്പോൾ അറൗണ്ട് ഒരു 2-2.5 മണിക്കൂർ വേണം ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ. ഒരുപാട് സ്റ്റെപ്പാണ്. ഞാൻ ഏകദേശം കുറേ സ്റ്റെപ്പുകൾ എണ്ണി, പക്ഷേ മൊത്തം എണ്ണാൻ കഴിയുന്നില്ല. കാരണം ഇരുന്നിരുന്ന് നമ്മൾ മുകളിലെത്തുമ്പോൾ ഇറ്റ്സ് അറൗണ്ട് നിയർലി ഒരു 2 hours ആവുമ്പോഴാണ് നമ്മൾ ഏകദേശം പോയിട്ട് തിരിച്ചു വരിക. പക്ഷേ ഈ എത്ര സ്റ്റെപ്പായാലും നമ്മൾ മുകളിൽ കയറി തന്നെ കാണണം. കാരണം ഓരോ ടവറിൽ കയറിയാലും നിങ്ങൾ ഏത് ടവറിൽ കയറിയാലും ഒരേ വ്യൂ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ മുകളിലത്തെ ഏറ്റവും ടോപ്പിൽ കയറിയാലും നിങ്ങൾക്ക് സെയിം വ്യൂ തന്നെയാണ് കിട്ടുന്നത്. കാരണം മലകൾ ഒന്ന് ചരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് വ്യൂ എന്ന് പറയുന്നത് വളരെ സമാന്തരമായ വ്യൂ തന്നെയായിരിക്കും എല്ലാവർക്കും. സോ എനിക്ക് വലിയൊരു ഭാഗ്യമാണ് ഈ വൻമതിൽ കാണുക എന്നുള്ളത്. കാരണം നമ്മുടെ ചൈനയിൽ വന്നിറങ്ങി ചൈനയുടെ ക്യാപിറ്റലായ ബീജിംഗ് എന്ന സ്ഥലത്ത് ടൗണിൽ നിന്നും ഏകദേശം 65 കിലോമീറ്റർ, നിയർലി ഒരു 65 കിലോമീറ്റേഴ്സ്, ഒരു 2 hours ഡ്രൈവ് ചെയ്താണ് നമുക്ക് ഈ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന എന്ന് പറയുന്ന സ്ഥലത്ത് എത്താൻ കഴിയുക. എയർപോർട്ടിൽ നിന്നും ഏകദേശം 2 hours ഡ്രൈവ് ഉണ്ട്. വളരെ വിശാലമായ സ്ഥലമാണ്. സോ വൺ ഓഫ് ദ നമുക്ക് യുനെസ്കോയുടെ ഒന്നാമനെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്. സോ കഴിയുന്നവർ ഇത് വന്ന് കാണുക.
ഇപ്പോൾ ഞങ്ങൾ ഒരുക്കുന്ന ഈ ട്രിപ്പിന് ഏകദേശം നേരത്തെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1,20,000 അല്ലെങ്കിൽ 1.5 നിങ്ങൾക്ക് ഫുള്ള് കവർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ട്രിപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കൊമേഴ്ഷ്യൽ ക്യാപിറ്റലും അതുപോലെ നമ്മുടെ മെയിൻ ക്യാപിറ്റലും അടങ്ങിയ ഒരു ഒരു ക്യാപ്സ്യൂൾ ടൈപ്പ് ടൂറാണിത്. ഒരു 7 days അല്ലെങ്കിൽ 8 days കൊണ്ട് നമുക്ക് കവർ ചെയ്യാം. ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന സമയം എന്ന് പറയുന്നത്, നമ്മൾ ഓരോ യാത്രയ്ക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്ന ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഞാൻ ഈ ഒക്ടോബർ മാസമാണ് വന്നിരിക്കുന്നത്. ഒക്ടോബർ ലാസ്റ്റ് വീക്ക്. ഒക്ടോബർ നവംബർ എന്ന് പറയുമ്പോൾ നല്ല തണുപ്പാണ്. -, കോൾഡ്, ഒരു 0 degree വരെ രാത്രി വരുന്ന ടൈമാണ്. 0 to 15 ഈ ഒക്ടോബർ ലാസ്റ്റ്. അതായത് ഒക്ടോബർ 20, ഇന്ന് 21 ഒരു ദീപാവലി, അതായത് ദീപാവലിയുടെ ദിവസമാണ്. ദീപാവലി 2025 ദീപാവലിയാണ് ചൈനയിൽ നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ 2025 ഒക്ടോബർ നവംബർ മാസം എന്ന് പറയുന്നത് ഈ സിറ്റി ഈസ് എ വെരി നൈസ് ടൈം. കാരണം വലിയ ചൂടുണ്ടാകത്തില്ല. ഒരു നൈസ് ക്ലൈമറ്റിൽ നമുക്ക് മുകളിൽ കയറിയിട്ട് തിരിച്ചു വരാം. അധികം തണുപ്പുമില്ല, എന്നാൽ ചൂടും ഇല്ലാത്ത വളരെ നൈസ് ക്ലൈമറ്റാണ്. This time is the precious times to visit this UNESCO monument. And thank you all for visiting our website. Thank you. എൻ്റെ പേര് മനീഷ് ഭാസ്കർ. ഒരുപാട് വീഡിയോസ് ഉണ്ട് യൂറോപ്പിനെ പറ്റിയും. നേരിട്ട് കണ്ട് അതിൻ്റെ ടൈമും കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും പറയുന്ന വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇടാറുണ്ട്. So please subscribe my channel. Thank you.